ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ മത്തങ്ങ ജ്യൂസാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനൊരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. പച്ചക്കറിയുടെ കൂട്ടത്തിൽ വലിപ്പം കൊണ്ട് മുന്നിലാണ് മത്തങ്ങ. എന്നാൽ ഗുണങ്ങളും ഒട്ടും പിറകിലല്ല. നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗമുള്ളവർക്ക് നല്ലതാണ്. ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മലക്കറി കടയിലൊക്കെ മലക്കറി വാങ്ങാൻ പോകുമ്പം രാവിലെയൊക്കെ ചിലപ്പം നമ്മൾ മലക്കറി വാങ്ങാൻ പോകുകയാണെങ്കിൽ തലേന്ന് വെട്ടിവെച്ച മത്തങ്ങ എങ്ങാണോ ആണെന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ വിശ്വാസമുള്ളവരുടെ കടയിൽ നിന്ന് എങ്ങാണം മേടിക്കണം. ചിലപ്പോൾ അവർ തലേന്ന് രാത്രി ആർക്കെങ്കിലും മത്തങ്ങ വെട്ടിക്കൊടുത്തതിൻ്റെ ബാക്കിയൊക്കെ അവിടെ ഇരിക്കും. നമ്മൾ ചെന്ന് മലക്കറി ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവരെടുത്ത് തരും. അത് നമ്മൾ മലക്കറിയൊക്കെ മേടിക്കുമ്പം അത് നോക്കി വാങ്ങണം. ഈ വെച്ച മലക്കറി നമ്മളെ വീട്ടിൽ സൂക്ഷിക്കുന്ന അന്നൊക്കെ ചിലപ്പം കടക്കാരത് സൂക്ഷിച്ചൊന്നും വരത്തില്ല. ചിലപ്പം വെച്ച മലക്കറിയിൽ ചിലപ്പം തലേന്ന് പല്ലിയോ പാറ്റായോ എലിയോ ഒക്കെ നക്കയോ തൊടയോ ഒക്കെ ചെയ്താൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കുഴപ്പം വരത്തില്ല. ചിലപ്പോൾ അവർ അന്ന് വെട്ടിയ മലക്കറി ആയിരിക്കും. നമ്മൾ വെട്ടാത്ത മലക്കറി മേടിക്കുന്നതായിരിക്കും നല്ലത്. ഒരെണ്ണമൊക്കെ മേടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. ഇനി മലക്കറി മേടിക്കുമ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ ക്യാരറ്റൊക്കെ കഴിക്കുമല്ലേ, അതേ ടേസ്റ്റ് ഇതിനും ഉണ്ട്. ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് നമ്മൾ മലക്കറി മേടിക്കുമ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഇതെല്ലാം വെട്ടി കഴുകി നമുക്ക് ആ കുക്കറിനകത്തോട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വലിയ വേവൊന്നും വേണ്ട, ചെറിയൊരു വേവ് മതി. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വേവും. ഇത് നല്ലോണം വേവണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു വേവിൽ കുക്കറിൽ വിസിലടിക്കുകയോ ഒന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വേവിച്ച് നമുക്ക് ഇഞ്ഞെടുക്കാം. വേവുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുതിരാനായിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് വയ്ക്കാം. ഓപ്ഷനിലാണ്, ഇത് വേണമെന്നില്ല. അല്ലാതെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ തണുക്കുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിക്കുന്നതിന് മുമ്പേ നമ്മളിലെ ബദാമെല്ലാം നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ആദ്യം ഒന്ന് അടിച്ചെടുത്തത്. ഇനി ഈ പാലെല്ലാം കൂടെ അതും ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വിരുന്നുകാർ വന്നാൽ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാനൊന്നും കടയിലോട്ട് ഓടണ്ട. നമ്മൾ കറി വയ്ക്കുന്ന മത്തങ്ങ ഉണ്ടെങ്കിൽ അത് മതി. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. കറി വയ്ക്കുന്ന മത്തങ്ങയാണെന്ന് പറയുകയേ ഇല്ല. ഇനി ഇതിലേക്ക് ഇവിടെ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ നിന്നും കിട്ടുന്ന പച്ചക്കറിയുടെ രാജാവായ മത്തങ്ങ ജ്യൂസ് തയ്യാറായി.